ഗുജറാത്തിലെ ധ്രംഗദ്ര ജൈന തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നലെ നേരം പുലർന്നത് അവിടുത്തെ ഒരു പുരോഹിതന്റെയും ഭാര്യയുടെയും മരണവാർത്തയുമായിരുന്നു. പുലർച്ചെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ നടത്തിപ്പുകാർ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന പുരോഹിതനെയും ചോരയിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന ഭാര്യയുമാണ്. എന്താകും ഒരു രാത്രി കൊണ്ട് അവർക്ക് ഇരുവർക്കും ആ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ടാവുക? ഛോട്ടോഡേപൂർ സ്വദേശിയായ പുരോഹിതൻ പ്രവീൺ ഋത്വയെയും ഭാര്യ വർഷാബെന്നിനെയും ധംഗദ്ര ഹൽവാദ് ഹൈവേയിലെ ചുളി ഗ്രാമത്തിനടുത്തുള്ള തരംഗ ജെയിൻ തീർത്ഥധാമിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരിച്ച പ്രവീണും വർഷാബെന്നും ഛോട്ടാ ഉദയപൂർ ജില്ലയിലെ ബോഡേലിയിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ 6 വർഷമായി പ്രവീൺ ജെയിൻ തീർത്ഥധാമിൽ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഒരാൾ കൂടിയാണ്. ഇന്നലെ രാവിലെയാണ് വളരെ അപ്രതീക്ഷിതമായി പ്രവീണിന്റെയും ഭാര്യയുടെയും മരണം സംഭവിക്കുന്നത്. ഇന്നലെ പുലർച്ചെ തീർത്ഥാടന കേന്ദ്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർമാർ എത്തി പുരോഹിതന്റെ മുറി തുറന്നപ്പോഴാണ് ഇരുവരുടെയും മരണവാർത്ത പുറംലോകം അറിയുന്നത്. ഭർത്താവ് പ്രവീൺ സീലിംഗിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിലാകട്ടെ രക്തക്കറയും ഉണ്ടായിരുന്നു. അതേ മുറിയിൽ തന്നെ നിലത്ത് രക്തത്തിൽ കുളിച്ച നിലയിലാണ് ഭാര്യ വർഷാബെന്നിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അവരുടെ മൃതദേഹത്തിന് സമീപത്തായി രക്തം പറ്റിയ ഒരു മരത്തടിയും ഉണ്ടായിരുന്നു. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഇരുവരും തമ്മിലുണ്ടായ സംഘർഷം ഒടുക്കം വർഷയെ കൊല്ലുന്നതിലേക്ക് എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പിന്നാലെ തന്നെ ഈ കൊലപാതകത്തിൽ ഭയന്ന് പ്രവീൺ ആത്മഹത്യ ചെയ്തതാകാം. എങ്കിലും പോലീസിന് സംശയങ്ങൾ ബാക്കിയാവുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ. ધામનગર તાલુકાના ચુલી ગામે જે તારંગા વિહાર ધામ છે ત્યાં પ્રવીણભાઈ ઉદયસિંહ રાઠવા અને તેમના પત્ની વર્ષાબેન પ્રવીણભાઈ રાઠવા બંને ત્યાં કામ કરતા હતા, જેમાં પ્રવીણભાઈ ત્યાં દેરાસરમાં પૂજારીનું કામ કરતા હતા. ગઈકાલે અમને બપોરના ભાગે જે વર્દી મળી કે ભાઈ ત્યાં એક ગળે ફાંસો ખાધી હાલતમાં વ્યક્તિ છે પૂજારી, તાત્કાલિક સ્થળ પર જઈને તપાસ કરતા જાણવા મળેલ કે ત્યાંના જે મેનેજર છે ભાઈ રાકેશભાઈ દલપતભાઈ રામાનુજ, તેઓએ જાહેરાત આપેલ, જે આધારે તપાસ કરતા ગળે ફાંસો ખાધેલ હાલતમાં પ્રવીણભાઈ મળી આવેલ. એમની પત્ની વર્ષાબેન ને લોહી લુણા હાલતમાં નીચે લાશ પડી હતી. જે અંદર વિગતે તપાસ કરતા હકીકત એવી છે કે બંને પતિ પત્ની વચ્ચે ઝઘડો તકરાર થયેલ અને એમાં એકદમ આવેશમાં આવીને પ્રવીણભાઈએ ઘરમાં જે લાકડી પડી હતી રૂમમાં એ એમના બેનના માથાના ભાગે મારી, જે ગંભીર ઇજા થતા લોહી લુહાણ હાલતમાં તે ત્યાં સ્થળ પર મરણ ગયું. നിലവിൽ പോലീസ് സംഭവസ്ഥലത്തെത്തി വിവരങ്ങളും തെളിവുകളും ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ കൊല്ലപ്പെട്ട വർഷാബെന്നിന്റെ ശരീരത്തിൽ ഗുരുതരമായ മുറിവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായോ എന്ന സംശയം പോലീസിനുണ്ടാകുന്നത്. പ്രവീൺ ഭാര്യ വർഷയെ മൂർച്ചയുള്ള ഒരു വസ്തു കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയും തുടർന്ന് തൂങ്ങി മരിക്കുകയും ചെയ്തിരിക്കാമെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. എങ്കിലും ഇതൊരു കൊലപാതകമാണോ എന്ന സംശയവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തീർത്ഥാടന കേന്ദ്രത്തിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഇരുവരുടെയും മരണത്തിൽ മൂന്നാമതൊരാൾക്ക് പങ്കുണ്ടോ എന്ന സംശയത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ഏതായാലും സംഭവം ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ആളുകൾക്കും മറ്റു പുരോഹിതർക്കും ഇടയിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബൻസ്വരയിൽ നിന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ മക്കൾക്ക് മുന്നിൽ വെച്ച് പിതാവിനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെ പുറത്തു കടന്നിട്ടില്ല ആ കുടുംബവും ആ കുട്ടികളും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.